കൃഷി അന്യം നിന്നു പോയെന്ന് വിലപിക്കുന്ന ഈ കാലത്ത് മലയാളിയെ പുതു കൃഷിരീതി പഠിപ്പിക്കുകയാണ് കണ്ണൂരിലെ ഈ മാഷ്. എല്ലാറ്റിനും മേക്ക് ഓവർ കൊണ്ടുവരുന്ന ന്യൂജൻ കാലത്ത് കൃഷിയിൽ മാത്രം അത് എന്തിനു വേണ്ടെന്ന് വെക്കണമെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. വേറിട്ട കൃഷിരീതി എന്ന് വെറുതെ പറയുകയല്ല ഇദ്ദേഹം, നൂറുമേനി വിളവെടുത്ത് കാണിച്ചു കൊടുക്കുക കൂടിയാണ്. കണ്ണൂർ കൈതേരിയിലെ മുൻ അധ്യാപകൻ രാജനാണ് തന്റെ ജൈവ കൃഷിയിലൂടെ നാടിനു മുമ്പിൽ അത്ഭുതമായത്. ഇക്കുറി ഓണത്തിന് സദ്യ ഒരുക്കുന്നതിനായി രാജൻ മാഷുടെ ജൈവ പച്ചക്കറികളാണ് നാട്ടുകാർ ഉപയോഗിക്കുക. കഴിഞ്ഞ 5 വർഷമായി ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഇക്കുറി പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചാണ് കൃഷി ഇറക്കിയത്. ഇതിനു പുറമെ പന്നിയുടെ ശല്യവും കീടങ്ങളുടെ ആക്രമണവും നേരിട്ടുവെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ വീടുകളിലെ അടുക്കളയിലേക്ക് എത്തുന്ന കീടനാശിനി നിറഞ്ഞ പച്ചക്കറികൾക്ക് ബദലാണ് തന്റെ കൃഷിയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പയർ, വെണ്ടയ്ക്ക, പാവൽ, പൊട്ടിക്ക, പടവലം, ചുരങ്ങ, കക്കിരി, പച്ചമുളക്, വെള്ളരി, മത്തൻ, കുമ്പളം ഉൾപ്പെടെ 10 ഇനങ്ങളാണ് ഇദ്ദേഹം കൃഷി ചെയ്തത്. കളശല്യം ഒഴിവാക്കി മികച്ച വിളവും ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരാത്ത മൾച്ചിങ് കൃഷിരീതി അഥവാ കൃത്യത കൃഷിയാണ് രാജൻ മാഷ് സ്വീകരിക്കുന്നത്. നല്ല മണ്ണുകൊണ്ട് വരമ്പുകൾ ഉണ്ടാക്കി ജൈവവളം നിറച്ച് അതിനു മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് പുതയ്ക്കുന്നതാണ് ഈ കൃഷിയുടെ ആദ്യഘട്ടം. ഇതിനുശേഷം കൃത്യമായ അളവിൽ ഷീറ്റിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി പച്ചക്കറി ചെടികൾ നടുകയാണ് ചെയ്യുന്നത്. ഇതിനൊപ്പം ഡ്രോപ്പിംഗ് രീതിയിൽ വെള്ളം നനയ്ക്കുകയും പ്ലാസ്റ്റിക് നാരുകൊണ്ട് മേൽപ്പന്തൽ കെട്ടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നതിനായി തന്റെ വീട്ടുപരിസരത്ത് രാജൻ മാഷ് 5 ഏക്കർ സ്ഥലമാണ് പാട്ടത്തിനെടുത്തത്. ഇങ്ങനെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് കൃഷി ഇറക്കിയാൽ 100 മേനി കൊയ്യാമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മണ്ണിൽ കൈകുത്തിയാൽ നഷ്ടം വരില്ലെന്നാണ് രാജൻ മാഷ് പകർന്നു നൽകുന്ന പാഠം. വീടുകളിൽ വീട്ടമ്മമാർക്കും മറ്റുള്ളവർക്കും ഈ കൃഷി പരീക്ഷിക്കാം. തുറന്ന സ്ഥലത്തൊരു കൃഷി ചെയ്യുമ്പോൾ കുറേ വളങ്ങൾ നമ്മൾ ചെടിക്ക് കൊടുക്കുന്നത് മറ്റ് ചെടികളും അതുപോലെ കളകളും മറ്റ് സസ്യങ്ങളും എല്ലാം വലിച്ചെടുക്കും. ഇപ്പോൾ ഒരു 50% മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ നടുന്ന ചെടിക്ക് കിട്ടും. ബാക്കി 50% നഷ്ടപ്പെടുക. ആ 50% നഷ്ടം നമുക്ക് ഒരു ചെടിക്ക് ഒരു 4-5 പ്രാവശ്യം വളം കഴിയുമ്പോൾ നമുക്ക് വലിയ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മൾച്ചിങ് കൃഷി രീതി എന്തുകൊണ്ടും കേരളത്തിലെ കർഷകന് ഒരിക്കലും നഷ്ടമല്ല. പക്ഷേ ആദ്യത്തെ ഒരു ചെലവ്, ഒരു റോളിന് ഏകദേശം 3200 രൂപയുണ്ട്. 400 മീറ്റർ നീളമുള്ള ഒരു റോളിന് 4200 രൂപ അല്ലെങ്കിൽ 3200 രൂപ. നമ്മുടെ നാട്ടിൽ നിന്നാകുമ്പോൾ 4200, ഓൺലൈനിൽ നേരിട്ടിട്ട് കമ്പനിയിൽ നിന്ന് വരുത്തിക്കുമ്പോൾ നമ്മൾ 3200, 1000 രൂപ ലാഭത്തിൽ നമുക്ക് ഷീറ്റ് കിട്ടും. തൊക്കിലാങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ രീതി പ്രയോഗിച്ച് മികച്ച പച്ചക്കറി തോട്ടമുണ്ടാക്കി അധ്യാപകനായ രാജൻ മാസ്റ്റർ സ്കൂളിന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച കൃഷിത്തോട്ടത്തിനുള്ള അവാർഡ് വരെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. തികച്ചും ജൈവ രീതിയിലാണ് പച്ചക്കറി വിളകൾ സംരക്ഷിക്കാൻ കീടനാശിനി പ്രയോഗിക്കുന്നത്. ഇതിനോടൊപ്പം കീടങ്ങളെ ആകർഷിക്കാൻ കൃഷിയിടത്തിൽ മല്ലികയും ചോളവും ഒക്കെ വളർത്തുന്നുണ്ട്. ഇത് വളരെ ഫലപ്രദമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പച്ചയ്ക്ക് വേണമെങ്കിൽ കഴിക്കാം രാജൻ മാഷുടെ കക്കിരിക്കയും വെണ്ടയ്ക്കയും. അത്രമാത്രം ശുദ്ധമാണത്. അതുകൊണ്ട് തന്നെ ഇതിന് ജനപ്രീതിയും കൂടുതലാണ്. തോട്ടത്തിലെത്തി പച്ചക്കറി വാങ്ങാൻ കൈതേരിയിലെ നാട്ടുകാരും പുറമേയുള്ളവരും എത്താറുണ്ട്. ബാക്കിയുള്ളവ കൂത്തുപറമ്പ് നഗരത്തിലെ മാർക്കറ്റിലെത്തിക്കും. പെൻഷൻ പറ്റിയാൽ വെറുതെ ചടഞ്ഞിരിക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് മുമ്പിൽ നല്ല പാഠമാവുകയാണ് ഈ ചരിത്ര അധ്യാപകൻ. സമകാലിക മലയാളം, കണ്ണൂർ.